കഥ തുടങ്ങുന്നത് നമ്മുടെ കഥയിലെ ഒരു കൊച്ചു കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ കാണിച്ചുകൊണ്ടാണ്. ആ കുടുംബത്തിലെ പെൺകുട്ടിയാണ് ടിക്ക. അവൾ ഒരു ആർക്കിടെക്ചർ വിദ്യാർത്ഥിനിയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന അവൾ പഠിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മിക്കതും നല്ല പണക്കാരാണ്. അവർക്കിടയിൽ പ്രോജക്റ്റ് ഒക്കെ അവർ ചെയ്യുന്ന പോലെ അതിഗംഭീരമായി ചെയ്യാനായി ടിക്കയുടെ കയ്യിൽ ഇല്ലെങ്കിലും അവൾ പറ്റുന്ന രീതിയിൽ ഒപ്പിച്ച് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവൾക്ക് കട്ട സപ്പോർട്ടായി കൂടെയുണ്ട്. അവരും ഇവളെ പോലെ മിഡിൽ ക്ലാസ് ആണ്. പക്ഷെ അവിടെയുള്ള അഹങ്കാരി പണക്കാരി പിള്ളേര് അവളെ കളിയാക്കാറുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ അങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ടിക്കയ്ക്ക് 2 സഹോദരന്മാരാണുള്ളത്. അതിൽ മൂത്തയാൾ ഡുട്ട ഒരു നടനാകണം, അവന്റെ ഡ്രാമ വലിയ സ്റ്റേജിൽ കളിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. ഇളയ സഹോദരനായ ദോതി സ്കൂളിൽ പഠിക്കുന്നു. അവനാണെങ്കിൽ ഒരു നല്ല ഷൂ പോലും ഇല്ല. എന്തെങ്കിലും നല്ല ഒരു ഷൂ ഇടാൻ സാധിക്കുമെന്ന് അവൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവരുടെ വീട്ടിലെ കാര്യം വളരെ രസമാണ്. 3 കുട്ടികൾ ഒന്നിച്ചു കൂടിയാൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മയാണെങ്കിൽ അത് സോൾവ് ചെയ്ത് മടുത്തു. വീട്ടിൽ ഇവരുള്ളപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നോക്കിയും ഫുഡ് ഉണ്ടാക്കിയും തിരക്കാണെങ്കിൽ ഇവർ പോയി കഴിഞ്ഞ് ടിവിയുടെ മുന്നിലിരുന്ന് ടിവിയിൽ കാണുന്ന ഓരോ പരസ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ എന്ന് വാങ്ങിക്കാൻ സാധിക്കുമെന്നൊക്കെ നെടുവേർപ്പിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അച്ഛനും അങ്ങനെ കാര്യമായ ജോലിയൊന്നുമില്ല. എങ്കിലും കാര്യങ്ങളെല്ലാം കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. എത്ര ബിസി ഡേ ആണെങ്കിലും രാത്രി ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നതാണ് ഇവരുടെ ശീലം. ഈ 3 സഹോദരങ്ങളും കൂടി നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ആ ടൗണിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. വിളിക്കാതെ പോകുന്ന കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും പിടിക്കപ്പെട്ടില്ലെങ്കിൽ വയറ് നിറച്ച ഫുഡ് ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ എന്നോർത്ത് അവരവിടെ ചെല്ലാണ്. റിസപ്ഷനിൽ കല്യാണത്തിന് വിളിച്ച് വന്ന ഗസ്റ്റ് ആണെന്ന് കാണിക്കാനായി ഒരു സംഭാവന കവറൊക്കെ കൊടുത്ത് ഇവർ അകത്തേക്ക് ചെല്ലുന്നു. അവിടെയുള്ള ഡിഷ് അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ചിലർ സംസാരിക്കാനായി എത്തുന്നു. ആ ടീം ഞങ്ങൾ കല്യാണ ചെറുക്കന്റെ കോളേജ് കൂട്ടുകാരാണെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒടുക്കം കല്യാണ ചെറുക്കൻ തന്നെ ഗസ്റ്റുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ അടുത്തും എത്തുന്നു. അങ്ങനെ ഇവരുടെ കള്ളക്കളി പൊളിയാണ്. തുടർന്ന് അടി കിട്ടാതിരിക്കാനായി 3 പേരും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ അച്ഛന്റെ അടുത്ത് ചെന്ന് ഡോഡിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട സമയമായി, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് അച്ഛൻ പറയുന്നു. ഈ അമ്മയാണെങ്കിൽ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കി വെളിയിൽ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. നീ ബിസ്ക്കറ്റുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ ഈ ചായ ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കണേന്ന് കുടിക്കാൻ തന്ന ചായയെ പറ്റി ഇദ്ദേഹം കമന്റ് അടിക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കമന്റ് അടിക്കാതെ പോയി കാശുണ്ടാക്കാൻ നോക്കെന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോകുന്നു. ഇതേ ടീം തന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ടിക്ക ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെ ഇപ്പോൾ അവർക്ക് വരാൻ പോകുന്ന കോമ്പറ്റീഷൻ ജയിക്കാമെന്ന് പ്ലാൻ ചെയ്യാണ്. കാരണം ഈ കോമ്പറ്റീഷൻ ജയിച്ചാൽ ഇവർക്കൊരു ചെറിയ ട്രിപ്പ് സമ്മാനമായിട്ടുണ്ട്. ഇതേ ടൈം ടിക്കയുടെ ക്ലാസ്സിൽ തന്നെയുള്ള 2 അഹങ്കാരി പെൺപിള്ളേർക്ക് ടിക്കയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളുമാര് നല്ല കാശുകാരികളാണെന്നുള്ള അഹങ്കാരമാണ്. ഒരു ദിവസം അവളുമാര് ആ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ ഫോൺ ടിക്കയുടെ ബാഗിൽ ഒളിപ്പിച്ചു വെക്കുന്നു. പിന്നീട് ആ പെൺകുട്ടി ഫോൺ കാണാതെ ഫോണിലേക്ക് റിംഗ് ചെയ്യുമ്പോൾ അത് ടിക്കയുടെ ബാഗിൽ കിടന്ന് റിംഗ് അടിക്കാണ്. ടിക്കയ്ക്ക് ഇതിന് പിന്നിൽ അവളുമാരാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായി. അവൾ ആകെപ്പാടെ നാണം കെട്ട് ചൂളിപ്പോയി. ഡോഡി അന്ന് സ്കൂളിലുള്ളപ്പോൾ അവന്റെ ഒരു ഫ്രണ്ട് എത്തി അവന്റെ കീറിയ ഷൂവിന് പകരം മറ്റൊരു ഷൂ നൽകുന്നു. ഡോഡി വളരെ സന്തോഷത്തിൽ സുഹൃത്തിനോട് നന്ദി പറഞ്ഞ് ആ പുതിയ ഷൂ കാലിൽ ധരിച്ച് കാലിൽ കിടന്ന കീറിയ ഷൂ വേസ്റ്റിൽ കളയുന്നു. പക്ഷെ പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് മറ്റൊരു ഡിവിഷനിലെ പയ്യന്റെ ഷൂ കൂട്ടുകാര് ഇവൻ മോഷ്ടിച്ചു എന്ന് വരുത്താനായി ഇവന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന്. അങ്ങനെ അപമാനിതനാകുന്ന അവൻ ഷൂ ഊരി തിരിച്ചു കൊടുത്ത് വേസ്റ്റിൽ നിന്ന് തന്റെ പഴയ ഷൂ എടുക്കാണ്. ആ ടൈം അവൻ വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു. ഷൂ തിരിച്ചു കൊടുക്കേണ്ടി വന്നതിലായിരുന്നില്ല അവന്റെ സങ്കടം, കൂട്ടുകാർ ഇങ്ങനെ തന്നോട് പെരുമാറുന്നതിലായിരുന്നു. ഇതേ ടീം ഡുട്ട അവന്റെ നാടകത്തിന് ഒരു സ്പോൺസറിനെ കിട്ടാതെ ആകെ ടെൻഷനായി നടക്കുന്ന ടൈമാണ് ഒരു രാഷ്ട്രീയക്കാരൻ അവനെ ഇങ്ങോട്ട് സ്പോൺസർ ആകാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇവൻ ചെയ്യുന്ന നാടകത്തിന്റെ കഥ ഈ രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയുടെ പ്രചരണത്തിന് അനുകൂലമാകുന്ന രീതിയിൽ തിരുത്തി എഴുതണം, ഇടയ്ക്ക് വെച്ച് തന്നെ അപ്പിയർ ചെയ്യിക്കണം എന്നൊക്കെയാണ്. അത് കേൾക്കുന്ന ഇവൻ ഈ നാടകം തന്റെ പാഷനാണെന്നും അത് ഒരു പാർട്ടിയുടെ പ്രചരണ വസ്തുവാക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നുമാണ്. അന്ന് രാത്രി ഡിന്നർ കഴിക്കാനായി ഒത്തുകൂടുന്ന ടീം ഈ സഹോദരങ്ങൾ 3 പേരും ശോകമായിരിക്കാണ്. കാരണം അവർക്ക് 3 പേർക്കും ഇന്ന് മറക്കാനാവാത്ത നല്ല സങ്കടം ഉള്ളിലേറ്റിട്ടുണ്ട്. കാശില്ലാത്തത് കൊണ്ടാണല്ലോ തങ്ങൾ ഈ രീതിയിൽ അപമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെ അപമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ടിക്ക നമുക്ക് കാശുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന് അച്ഛൻ പറയുന്നു. കാശില്ലെങ്കിലാണ് സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നത്. കാശ് ആവശ്യത്തിന് മാത്രം ഉണ്ടാകുമ്പോഴാണ് സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഫാമിലിയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ട്രഷർ. അതുമായി മുന്നോട്ട് പോകണം. കാശല്ല പ്രധാനമെന്നെല്ലാം അച്ഛൻ പറയുമ്പോൾ ഇവർക്ക് 3 പേർക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും 3 പേരും പതിവ് തെറ്റിക്കാതെ അവരുടെ പ്ലേറ്റിൽ നിന്നും മീൻ തല എടുത്ത് അച്ഛന്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നു. കാരണം അച്ഛന് മീൻ തല കഴിക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിക്കാൻ കിട്ടുന്ന മീൻ തല അച്ഛന് കൊടുക്കുന്നത് പതിവാണ്. അങ്ങനെ
പിന്നീട് നമ്മൾ കാണുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് അച്ഛൻ ഒരു പഴയ പാട്ട് കേട്ടിങ്ങനെ ചാരുകസാരയിൽ ഇരിക്കുന്നതാണ്. ഏറെ നേരമായിട്ടും അദ്ദേഹം അതേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നു, അതേ പാട്ട് തന്നെ കേൾക്കുന്നു. അങ്ങോട്ടേക്ക് എത്തുന്ന ടിക്ക എന്താ അച്ഛാ ഈ പാട്ട് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് അടുത്തിരിക്കുന്ന സമയത്താണ് അവൾ അച്ഛന് അനക്കമില്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അച്ഛനെ നോക്കുന്ന സമയം അച്ഛൻ മരിച്ചു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾക്കതൊട്ടും അക്സെപ്റ്റബിൾ ആയ കാര്യമായിരുന്നില്ല. അവൾ നിലവിളിക്കുന്നു. അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അത് ഉൾക്കൊള്ളാനാകുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. ഡോഡി അച്ഛന്റെ കല്ലറയിൽ നിയന്ത്രണം വിട്ടുകിടന്ന് കരയുമ്പോൾ അമ്മയാണ് സമാധാനിപ്പിക്കുന്നത്. അമ്മയ്ക്ക് സങ്കടം സഹിക്കാവുന്നതിനപ്പുറമാണെങ്കിലും ഇപ്പോൾ ഈ കുട്ടികളെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അമ്മയ്ക്കറിയാം. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. ഇത്രയും നാൾ കഷ്ടപ്പാടിലെല്ലാം ഒരു താങ്ങായി അച്ഛനുണ്ടായിരുന്നു. ഇനി അച്ഛനില്ല. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്ന കാര്യമോർത്ത് ഇവർ ടെൻഷൻ ആവുകയാണ്. ആ സമയം ഡോഡി താൻ ഇപ്പോൾ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറാം, ഫീസ് അടയ്ക്കണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ അമ്മ എങ്ങനെയും അവനെ പഠിപ്പിക്കുമെന്ന് അവനോട് പറയുന്ന സമയം തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ കരയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഫോർമലായി ഡ്രസ്സ് ധരിച്ച 2 പേർ വരുന്നു. ഇവരാരാണ് എന്താണെന്ന് മനസ്സിലാവാതെ ഈ 4 പേരും പതറിയിരിക്കുമ്പോൾ വന്നിരിക്കുന്നവർ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോയിലെ ആളിനെ കണ്ട് ഇവർ ഷോക്കാവുകയാണ്. കാരണം അതിലുണ്ടായിരുന്നത് നന്നായി വസ്ത്രം ധരിച്ച ഇവരുടെ അച്ഛനാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറച്ചു വെച്ച രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ മരിച്ച ശേഷമായിരിക്കും. നിങ്ങളുടെ കൂടെ ഏറെ നാൾ ജീവിക്കണമെന്നത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇങ്ങനെ പോകേണ്ടി വന്നെങ്കിലും നിങ്ങളെ ഞാൻ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആ വീഡിയോ ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അമ്മ ആകെ ടെൻഷൻ ആവുകയാണ്. അയ്യോ ഇനി ഇദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് വല്ലാണോ വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് ഓർത്ത്. പക്ഷെ അതായിരുന്നില്ല. ഇദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. പണക്കാരനായ ഇദ്ദേഹം തന്റെ ഭാര്യയും മക്കളും സാധാരണ ജീവിതം അറിഞ്ഞു ജീവിക്കുന്നവരായിരിക്കണം എന്ന ഒരു തീരുമാനമെടുത്തതുകൊണ്ടാണ് സാധാരണക്കാരിയായ ഈ സ്ത്രീയെ കെട്ടി സാധാരണക്കാരനായി ജീവിച്ച് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചത്. എത്രയേറെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയ സമയത്തും ആ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരുന്നതും ഇവർ ജീവിതം മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ്. താൻ വലിയ കാശുകാരനാണെന്നും തന്റെ സ്വത്തെല്ലാം ഇനി ഇവർക്കുള്ളതാണെന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറയുമ്പോൾ അതിവർക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഈ സമയം അവിടേക്ക് എത്തിയ ആ 2 ആളുകൾ തങ്ങൾ ഈ ഒരു സാറിന്റെ സ്റ്റാഫാണെന്ന് പരിചയപ്പെടുത്തി സ്വത്തും മറ്റും കൈമാറ്റം ചെയ്യാനായി നാളെ എത്തണമെന്ന് അറിയിക്കുകയാണ്. ഈ നടക്കുന്നത് സത്യമാണോ അതോ സ്വപ്നാണോ എന്ന് തിരിച്ചറിയാനാവാതെ അവരവരുടെ കാരണക്കുറ്റിക്ക് തന്നെ അടിക്കുന്നു. സത്യമാണെന്നും മനസ്സിലാവുന്നു. അടുത്ത ദിവസം അങ്ങനെ ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞതിനെ തുടർന്ന് അവർ ബാങ്കിലേക്ക് പോകുന്നു. ബാങ്കിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസും മറ്റ് ആസ്തികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവർ ആകെപ്പാടെ ടെൻഷനായി തല കറങ്ങുന്ന പോലെ അനുഭവപ്പെടുന്നു. ഇത്രയും നാള് കഷ്ടപ്പെട്ട് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബിസ്ക്കറ്റും ഉണ്ടാക്കി എല്ലാം മുറിയ പണിയെടുത്തപ്പോ ഒന്നും ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നല്ലൊരു ആഹാരം പോലും ഒരു ദിവസം പോലും കഴിച്ചിട്ടില്ലല്ലോ, അന്ന് പോലും ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു അറിഞ്ഞ സത്യം അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഇവർ വലിയൊരു റെസ്റ്റോറന്റിലേക്ക് ചെന്ന് വലിയ വലിയ ഡിഷസ് ഓർഡർ ചെയ്ത് കഴിക്കുന്നു. പിന്നീട് ഇഷ്ടത്തിനനുസരിച്ച് ഷോപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഒരു മോളിലൊക്കെ പോയി ഷോപ്പ് ചെയ്യുന്നത് ഇവരുടെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും അവർക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങുന്നു. ഇവരുടെ ഒക്കെ ലൈഫ് അടിമുടി മാറുന്നു. ഡോഡി അവന് നല്ലൊരു ഷൂ വാങ്ങി അടുത്ത ദിവസം സ്കൂളിൽ മാസായി ചെന്ന് അവനെ അന്ന് കളിയാക്കി പണിയെടുത്ത കൂട്ടുകാരെ കാണിക്കുന്നു. ടിക്ക അവളുടെ പ്രോജക്റ്റ് ചെയ്യാനായി സാധാരണ വീട്ടിൽ വേസ്റ്റായി കിടന്ന പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവൾ പ്രോപ്പറായ സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രോജക്റ്റ് ചെയ്ത് കോളേജിൽ സ്റ്റാർ ആകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഒരാളെ കാണുന്നു. ഇയാളെ അവൾക്ക് മുൻപരിചയമുണ്ട്. പരിചയം അന്ന് വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് കഴിക്കാൻ ചെന്നില്ലേ, അവിടുത്തെ ഒരു വെയിറ്റർ ആയിരുന്നു ഇയാൾ. അന്ന് കേറ്ററിംഗിന്റെ വെയിറ്റർ ആയ ഇയാൾ ഇപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ പല ജോലികൾ ഇയാൾ പാർട്ട് ടൈമായി ചെയ്യുന്നുണ്ട്. അന്നത്തെ ആ പരിചയത്തിൽ വീണ്ടും കണ്ട് അങ്ങനെ സംസാരിച്ച് ഇവർ തമ്മിൽ നല്ല കൂട്ടാകുന്നു. പതിയെ ഒരു ഇഷ്ടമൊക്കെ ടിക്കിക്ക് അയാളോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അയാളുടെ കൂടെ അയാളുടെ വണ്ടിയിൽ റൈഡിന് പോകുമ്പോൾ ഇടയ്ക്ക് അത് റിപ്പയർ ആകുന്നു. അങ്ങനെ അത് റെഡിയാക്കാനായി ഒരു ഷോറൂമിലേക്ക് ചെല്ലുന്ന ടൈം അവിടെ ഇരിക്കുന്ന ഒരു വണ്ടി കണ്ട് ഇത് എന്ത് വിലയാകുമെന്ന് ടിക്ക തിരക്കുമ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആണ് എന്ന് സെയിൽസ്മാൻ പറയുന്നു. നിങ്ങളെ കൊണ്ട് അത് വാങ്ങാൻ സാധിക്കില്ല, പിന്നെ എന്തിനാണ് വില അറിയുന്നത് എന്ന മട്ടിലാണ് അയാൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ടിക്ക സിംഗിൾ പേയ്മെന്റിൽ അത് വാങ്ങുന്നു. അതിനുശേഷം തിരിച്ച് ആ വണ്ടിയിൽ അവളുടെ ഈ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വീട്ടിലേക്ക് എത്തുകയാണ്. വണ്ടിയിൽ നിന്ന് അവൾ ഇറങ്ങുമ്പോൾ ഇയാളും താക്കോൽ അവൾക്ക് കൊടുക്കാനായി നോക്കുന്നു. പക്ഷെ അവൾ ഇത് ഞാൻ നിനക്കായി വാങ്ങിയതാണെന്ന് പറയുമ്പോൾ അയാൾ ആകെ ഷോക്കാവുന്നു.
ആവുന്നു. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ ഒരു വണ്ടിയുണ്ട്, എന്റെ ആദ്യത്തെ വാഹനം, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ ഇവൾക്ക് ഇത് വല്ലാത്ത ഫീൽ ആകുന്നുണ്ട്. കാരണം അവളത് വളരെ കാര്യത്തിൽ അയാൾക്ക് വാങ്ങിയതായിരുന്നു. അമ്മയാണെങ്കിൽ കിട്ടിയ കാശിനെല്ലാം സ്വർണം വാങ്ങി വീട്ടിനകത്ത് തന്നെ ഇട്ടോണ്ട് നടക്കാണ്. വെളിയിലെങ്ങാനും ഇതൊക്കെ ഇട്ടോണ്ട് ഇറങ്ങിയ കള്ളന്മാര് തട്ടിയെടുത്താലോ എന്നാണ് അമ്മയുടെ പേടി. ഇവർക്ക് അച്ഛന്റെ ക്യാഷ് കിട്ടുന്നത് ഒന്നിച്ചല്ല, ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയാണ് വലിയ ഒരു തുക ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ അത്രയും തുക ചെലവഴിച്ചപ്പോൾ ഇവർക്ക് ഇനിയും കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും വീണ്ടും കിട്ടുമ്പോൾ വളരെ വളരെ ഹാപ്പി ആകുന്നു. ഒപ്പം തന്നെ ഈ കാശൊക്കെ ഇവർ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഒരു ട്രസ്റ്റിലേക്ക് പോകുമെന്ന് അറിയുന്ന ഇവർ കാശ് ചെലവാക്കാനുള്ള വഴികൾ നോക്കി നടക്കുകയാണ്. കാറ് വാങ്ങാനായി പോകുമ്പോൾ ഒരു കാർ വാങ്ങിയാൽ ഒത്തിരി കാശ് ചിലവാക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ആളാള് വീതം കാർ വാങ്ങാണ്. കാർ വാങ്ങിക്കഴിഞ്ഞ് കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഡ്രൈവറിനെ വെച്ച് പിന്നീട് വീട്ടിലേക്കും ഒരുപാട് ജോലിക്കാരെ വെച്ച് അങ്ങനെ ലക്ഷറിയായി ജീവിക്കുന്നു. നാടകത്തിലേക്ക് ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാനായി നല്ല രീതിയിൽ അവൻ കാശുകൾ ചെലവാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാശ് കയ്യിൽ വന്നപ്പോൾ ടിക്കയുടെ ഭാവവും മാറുന്നു. അവളുടെ മിഡിൽ ക്ലാസ് കൂട്ടുകാരികളെ വലിയ മൈൻഡ് ചെയ്യാതെ പഠനത്തിൽ മുന്നത്തെ പോലെ ശ്രദ്ധിക്കാതെ ചുമ്മാ ടൈം പാസ് ചെയ്ത് നടക്കുകയാണ്. കൂടാതെ ഈ അമ്മ ചുമ്മാ ആളുകൾക്ക് കാശ് വാരിക്കോരി കൊടുക്കുന്നതും പതിവാണ്. ഈ പയ്യനെ സ്കൂളിൽ വിടാനായി ഡ്രൈവറിനൊപ്പം കാറിൽ പോകുമ്പോഴും വരുമ്പോഴും ട്രാഫിക്കിൽ പെട്ടുകിടക്കുന്ന സമയം അവിടെ എത്തുന്ന ഒരു വയലിൻ ആർട്ടിസ്റ്റിന് അയാൾ വയലിൻ വായിക്കുന്നതിന് ക്യാഷ് ടിപ്പ് കൊടുക്കുന്നത് പതിവാണ്. ഒരുപാട് കാശ് ടിപ്പായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതറിഞ്ഞ് പിന്നീട് അയാളുടെ കൂടെ ഒരുപാട് പേർ ഇവിടെ വയലിൻ വായിക്കാനായി എത്തുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ തന്നെ അവിടെ വയലിൻ വായിക്കാനായി എത്തുന്നൊക്കെയുണ്ട്. ഇവർ അവർക്കെന്നും ടിപ്പ് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു. ഇതൊരു ന്യൂസ് ആയി തന്നെ മാറുന്നു. ടിവിയിൽ അങ്ങനെ ഫേമസ് ആകുന്ന ഈ ലേഡിയെ ഇന്റർവ്യൂ ചെയ്യാനായി വീട്ടിലേക്ക് വരെ ആൾക്കാരെത്തുന്നു. ഇതേ ടീം ടിക്ക ഫുള്ള് പാർട്ടി എന്നും പറഞ്ഞ് നടക്കാണ്. അവളുടെ ആ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി ഒരു ദിവസം ആഡംബര കാറിൽ പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിലും അയാൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് പയ്യനാണ്. പാർട്ട് ടൈം ജോലികൾ പലതും ചെയ്ത് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ പാർട്ടി സെറ്റ് ആവുന്നില്ല. പക്ഷെ ഇവൾ അത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഒരു ദിവസം ഡിന്നർ കഴിക്കാനായി നമ്മുടെ കൊച്ചു പയ്യൻ ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുമ്പോൾ അവന്റെ അമ്മയും ചേട്ടനും ചേച്ചിയും ഇല്ല. അവരൊക്കെ അവരവരുടെ പല കാര്യങ്ങളിലും ബിസിയാണ്. ഇവന് ഒറ്റപ്പെട്ട ഒരു ഫീൽ അനുഭവപ്പെടുന്നു. പണ്ടൊക്കെ എത്ര സന്തോഷകരമായി ഡിന്നർ ആസ്വദിച്ചിരുന്നവരാണ് ഇവർ. കാശില്ലാത്ത സമയത്ത് ഒന്നിച്ചിരുന്നേ അവർ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഇവരുടെ ലൈഫ് ബിസിയായി മുന്നോട്ട് പോകുന്ന ഒരു ദിവസം അച്ഛന്റെ സ്റ്റാഫ്സ് അവിടെ എത്തുന്നു. അവർ വീണ്ടും അച്ഛന്റെ ഒരു വീഡിയോ കാണിക്കുകയാണ്. ആ വീഡിയോയിൽ അച്ഛൻ എല്ലാവരെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ലാതെ ക്യാഷിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇവർക്ക് ആകെ ടെൻഷൻ ആവുന്നു. കാരണം കയ്യിൽ കിട്ടിയ കാശിന്റെ വലിയൊരു ഭാഗം ഇവർ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. ചെലവാക്കും തോറും കാശ് ഇൻസ്റ്റാൾമെന്റ് മനസ്സിലാക്കിയത്. പക്ഷെ ഇനിയിപ്പോ കാശൊന്നും കിട്ടാനില്ല, എല്ലാം നിങ്ങൾ ചെലവാക്കി തീർത്തു എന്ന് അറിയുമ്പോൾ ഇവരാകെ ടെൻഷനിലാകുന്നു. ഇവർക്കൊക്കെ ഇപ്പോൾ അവർ നയിച്ചിരിക്കുന്ന ആ ഒരു ലക്ഷറി ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാൻ ഇനിയും ഇത്രയും നാളെ ചെലവാക്കി അത്രയും എമൗണ്ട് തന്നെ ഓരോ ദിവസം ആവശ്യമല്ലേ. അതുകൊണ്ട് എല്ലാവരും വളരെ ശോകമൂകമാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. നാടകത്തിലേക്ക് അഭിനയിക്കാൻ വിളിച്ച ടോപ്പ് ആർട്ടിസ്റ്റുകൾക്ക് കാശ് കൊടുക്കാനാവാതെ അവൻ ആകെ ടെൻഷൻ ആവുന്നു. ടിക്ക അവളുടെ പാർട്ടി നിർത്തി, പണക്കാര് ഫ്രണ്ട്സുമായിട്ടുള്ള ഹാങ് ഔട്ട് നിർത്തി അവളുടെ മുന്നേ ഉണ്ടായിരുന്ന സാധാരണ കൂട്ടുകാരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവരോട് പഠിക്കാൻ തീരുമാനിക്കുന്നു. ആ ചെറിയ പയ്യൻ അപ്പോഴും ശോകമായി ഡൈനിങ് ടേബിളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് വല്ലാത്ത ഫീലിംഗ് ആയി തോന്നുന്ന അവൻ വീട്ടിലെ കുറച്ച് ജോലിക്കാരെ അടുത്ത് വിളിച്ചിരുത്തി അവരുമായി ഫുഡ് കഴിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ടിക്കയുടെ ആ ഒരു കോമ്പറ്റീഷന്റെ ദിവസമാണ്. ഇത് ജയിച്ചാൽ അവൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൾ കൂട്ടുകാരുടെ കൂടെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇതേ ടൈം അവിടുത്തെ ടൗൺ ഹാളിൽ അവളുടെ ജ്യേഷ്ഠന്റെ ആ ഒരു നാടകത്തിന്റെ അറേഞ്ച്മെന്റ്സ് നടക്കാണ്. നാടകം ഫുൾ പൂർത്തീകരിക്കാൻ കാശില്ലാത്തത് കൊണ്ട് തന്നെ പ്രചരണം നടത്താൻ ചാൻസ് തന്നാൽ കാശ് തരാമെന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റീഷ്യന് അവസരം അവൻ കൊടുക്കുന്നു. അങ്ങനെ ആ പൊളിറ്റീഷ്യൻ നാടകത്തിന്റെ ഇടയിൽ വന്ന് അനാവശ്യമായി രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെ അത് അലോസരമായി തോന്നുന്ന കാണികളിൽ ചിലർ പ്രതികരിക്കുകയും തുടർന്ന് ആ നാടകം തന്നെ കുളമാവുകയും ചെയ്യുന്നു. ഇതേ ടീം ആ കോമ്പറ്റീഷൻ വേദിയിലേക്ക് പോലീസുകാരെത്തുന്നു. കഴിഞ്ഞ ദിവസം ടിക്ക പങ്കെടുത്ത അവളുടെ കാശുകാർ കൂട്ടുകാരുണ്ടായിരുന്ന ആ ഒരു പാർട്ടിയിൽ ലഹരി മരുന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ടിക്കയ്ക്ക് അതിൽ പങ്കില്ലെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്ത ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കൂട്ടത്തിൽ അവളെയും കൊണ്ടുപോകുന്നു. അങ്ങനെ അവളുടെ കോമ്പറ്റീഷനും തദൈവ. അതേപോലെ അമ്മയും പതിവായി ഓരോന്ന് വാരിക്കോരി കൊടുക്കാറുണ്ടായിരുന്ന ആളുകളെത്തി അവർക്ക് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പിടിച്ചു പറയും ബഹളവും ഒക്കെ നടത്തുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാകുന്നുണ്ട്. ഈ ടീം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി ടിക്കയെ വിട്ടയക്കുന്നു. അങ്ങനെ അവളും വീട്ടിലേക്ക് എത്തുന്നു. ഡൈനിങ് ടേബിളിൽ 4 പേരും ഒത്തുകൂടാണ്. എല്ലാവരും കാശിന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ഈ ചെറിയ പയ്യന്റെ സങ്കടം ആർക്കും ഇപ്പോൾ പരസ്പരം ഒന്ന് നോക്കാൻ പോലും സമയമില്ല എന്നതായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനെ മാത്രം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് സന്തോഷവും ഒത്തൊരുമയും എല്ലാം നഷ്ടപ്പെട്ടു. ആ കൊച്ചു വീട്ടില് എന്ത് സന്തോഷമായി ഒത്തൊരുമിച്ച് നമ്മൾ ഇരുന്നിരുന്നത്. പക്ഷെ ഈ വലിയ വീട്ടിലേക്ക് മാറിയണൊക്കെ എല്ലാം മാറിപ്പോയെന്ന് അവൻ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എല്ലാവരും
വീണ്ടും ഇമോഷണൽ ആകുന്നു. ഇതൊന്നും വേണ്ട, പഴയ സന്തോഷവും സമാധാനവും മതി എന്ന് തീരുമാനിച്ചവർ പഴയ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ഇവർ ഹാപ്പി ആയിരിക്കുകയാണ്. ടിക്ക അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. ഈ ടീം വീണ്ടും അവരുടെ അടുത്തേക്ക് ആ ഒരു 2 സ്റ്റാഫ്സ് എത്തുന്നു. അവർ വീണ്ടും അച്ഛന്റെ വീഡിയോ കാണിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കാശെല്ലാം ചെലവാക്കി നിങ്ങൾ ഒരു പരുവമായി കാണുമെന്ന് എനിക്കറിയാം. സത്യത്തിൽ എന്റെ കാശൊന്നും തീർന്നിട്ടില്ല, നിങ്ങൾക്ക് തരാനായി ഇനിയും കാശുണ്ട്. പക്ഷെ അത് നിങ്ങൾ സൂക്ഷിച്ച് ചെലവാക്കണം, കാശിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു പാഠം നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ടീം കാശ് തിരിച്ചു കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിലും കാശ് എത്രത്തോളം മൂല്യമുള്ളതാണ്, അത് എങ്ങനെ ചെലവാക്കണമെന്ന വലിയ പാഠം അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതിയ തിരിച്ചറിവോടെ ഭാവിയെ ഉറ്റുനോക്കുന്ന ഇവരെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.